കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്ത് പറയുന്നു? നീ പ്രൈസ് അടിക്കോ? എങ്ങനെയാണ് മത്സരം? നിങ്ങൾ തമ്മിൽ ശക്തമായ മത്സരമായിരിക്കുമോ നടക്കുക? പിന്നെ ഏതൊക്കെ കുട്ടികളാണ്? ഈ കുട്ടി വരൂ വരൂ. എന്താണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്? ജയിക്കാൻ സമ്മാനം കിട്ടുക. വരൂ വരൂ, ഓരോ കുട്ടികളും രംഗത്ത് വരൂ. എന്താണ് പറയുന്നത്? സമ്മാനം കിട്ടുമോ? എന്ത് പറയുന്നു? എന്താണ് നിന്റെ പ്രതീക്ഷ? പറയൂ. ഓരോ കുട്ടികൾ ഇവിടെ സജീവം. നമ്മുടെ പ്രശസ്ത ക്വിസ് മാസ്റ്റർ മുജീബ് മാധ്യമം ആണ് ഇവിടെ ക്വിസ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരൊന്ന് വേദിയിലേക്ക് കടന്നു അഭ്യർത്ഥിക്കുന്നു. മുജീബ് മാധ്യമം എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ക്വിസ് മാസ്റ്ററാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മാനം അസ്കറാണ് കൊടുക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തിക്കുള്ള പ്രശസ്ത സമ്മാനം അസ്കർ ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഷമീനക്ക് വേണ്ടി പ്രശസ്ത സമ്മാനം കൈമാറുന്നത് നമ്മുടെ പ്രസിഡന്റ് അസ്കർ. അങ്ങനെ ഈ സമ്മാനം കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഓക്കെ, ഉദ്ഘാടനം കിട്ടിയ ഭാഗ്യമൊന്നുമല്ലേ. എന്നാലും കുട്ടികളെ ക്വിസ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. കേരളത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ക്വിസ് മാസ്റ്റർ. No mobile, no mobile, no ChatGPT. Come on, come on. മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ? മൊബൈൽ യൂസ് ചെയ്ത് പിന്നെ പുറമേയുള്ള ഓഡിയൻസ് ആരും പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. അത്ര സീരിയസ് ആയ കാര്യമൊന്നല്ല. എന്നിരുന്നാലും ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലോജിക്കിന് നിരക്കുന്നതായിരിക്കില്ല. ആകാംക്ഷയുടെ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചോദ്യത്തിന് വേണ്ടി. വളരെ ആകാംക്ഷയുടെ. എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. വെരി ഗുഡ്. എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. എന്ത് പറയുന്നു? റെഡിയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാസ്റ്റർ മുജീബ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ജേർണലിസ്റ്റും ക്വിസ് പ്രോഗ്രാമിൽ കേരളത്തെ ഞെട്ടിക്കുന്ന താരവുമായിട്ടുള്ള മുജീബ് മാധ്യമം. സീരിയസ് കാര്യമൊന്നുമല്ല. നിങ്ങൾ വളരെ കൂളായിട്ട് ഉത്തരം പറയേണ്ടതാണ്. ആദ്യം അവൻ്റെ പേരെന്തെങ്കിലും ഉറക്കെ പറ. മുഹമ്മദ് റബീഉള്ള. ഓക്കെ, ഞാൻ ഒരാളോട് ചോദ്യം ചോദിച്ചു, അയാൾ അറിയില്ലെങ്കിൽ പാസ്. അടുത്ത ആൾ ചോദിക്കും. ആർക്കാണോ ഉത്തരം കിട്ടുന്നത് അവർ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ ആൾക്കാർ ലോജിക്കൊന്നും നോക്കണ്ട. വലിക്കും തോറും നീളം കുറയുന്ന വസ്തു പറഞ്ഞ അറിയില്ല. വലിക്കും തോറും നീളം കുറയുന്ന വസ്തു. കയറ് വലിക്കും തോറും നീളം കുറയുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞേ അറിയില്ല, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞേ വലിക്കും തോറും നീളം കുറയുന്ന വസ്തു. ഇല്ല, ആരും പറയാത്ത നിങ്ങൾക്ക് ഉത്തരം അറിയാം. എനിക്കറിയാം, മുനിപടിത്തരമൊക്കെ അറിയാം. മോള് പറഞ്ഞേ എനിക്കും അറിയാം. അറിയോ? അതല്ല, ഇവിടെ മൊബൈൽ അതവിടെ വെച്ചോ, എടുക്കാതിരുന്നോ മതി കേട്ടോ. പറഞ്ഞേ വലിക്കും തോറും നീളം കുറയുന്ന വസ്തു അറിയോ? ഇല്ല, ഇവിടെ ഉറക്കം എന്ത് വഴി? എന്ത് വഴി? അത് നമ്മൾ വലിക്കും തോറും നീളം കുറയോ? അടുത്താണ് സിഗരറ്റ്. പക്ഷേ ഈ ചോദ്യം അച്ഛനെ ആയിഷ റനീസ ജൻസീന. അങ്ങനെ സമ്മാനം ആരാ? സാജി സാർ.
ഒരിക്കലും വലിക്കാൻ പാടില്ലാത്തൊരു വസ്തുവാണ് വലിക്കുന്നവരുടെ നീളം കുറയുന്നത്. ആയിഷ തൻസീറ ഗ്രീൻ 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 അതിനല്ല ഫസ്റ്റ് വൺ. ആയിഷ തൻസീറ സമ്മാനം കിട്ടുന്നവർ അങ്ങനെ ഇതിന് കറക്റ്റായ ഉത്തരം നൽകിയിരിക്കുന്നത് ആയിഷ തൻസീനക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. എന്ത് പറയുന്നു ആയിഷു, ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഓക്കെ, ഇത് ഇമാജിനേഷനിലൂടെ രൂപപ്പെടുത്തിയതാണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര എടുത്താലും അത് കുറയൂല, കൂടുകയുള്ളൂ. പറഞ്ഞേ ഇല്ല. ഇനി ഇവിടെ അമ്മ പറഞ്ഞേ, നമ്മുടെ സംഗതി എത്ര എടുത്താലും കുറയൂല, കൂടുകയുള്ളൂ. ഡിസ്കസ് ചെയ്യരുത് പ്ലീസ്, ഡിസ്കസ് ചെയ്യണ്ട. പറയൂ, പൈസ കുറയും. അമ്മ പറഞ്ഞേ എത്ര എടുത്താലും കുറയൂല, കൂടുകയുള്ളൂ. ഞാൻ പറഞ്ഞു വെള്ളം അല്ല, വെള്ളം നമ്മൾ പാത്രത്തിൽ എടുത്താലും കുറയും. മഴ മഴ ഉത്തരം റോങ് ആണ്. എത്ര എടുത്താലും കുറഞ്ഞുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തു. അപ്പൊ ഉത്തരം ക്രിസ്മസ് എന്ന് പറയാ ഫോട്ടോ. ഫോട്ടോ എത്ര എടുത്താലും അത് കുറയൂല, കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ക്രിസ്മസിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കൂ. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു കിണറ്റിൽ 10 തവള ഉണ്ടായിരുന്നു. എത്ര എണ്ണമാണ്? 10. ദൈവാധീനം കൊണ്ട് 2 എണ്ണം ചത്തുപോയി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8. ആൻസർ റോങ്. അമ്മ പറഞ്ഞേ 8. നീ പറഞ്ഞേ 8. മോള് പറഞ്ഞേ 8. പറഞ്ഞേ 8. പറഞ്ഞൂടാ 10 തന്നെ. കാരണം എന്താ? അതെ, ചത്തടല്ലേ ഉള്ളൂ. കിണറില് 10 തവണ ഉണ്ടായിരുന്നു, 2 എണ്ണം ചത്തു. ദാറ്റ് മീൻസ് 10 എണ്ണം കിണറുണ്ട്, 2 എണ്ണം ഡെഡ് ബോഡി ആണ് ഉള്ളൂ. അപ്പോൾ ഡോക്ടർ സമയം കൊടുത്തേ. അഷ്കർ സാർ സിംല സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ്. സമ്മാനം സിംല അസ്കർ ബായി നൽകുന്ന ഗിഫ്റ്റ്. ഇത് സിംലയാണോ സ്പോൺസർ ചെയ്യുന്നത്? മോളെ അങ്ങോട്ട് കേട്ടോ. അല്ല, അങ്ങോട്ട് എല്ലാ റൂളും അപ്പം റെഡി ആയിക്കോട്ടെ. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം നിൽക്കും. ഏത് ജോലിയാണ്? അയാൾ മാത്രം നിൽക്കുകയില്ല, ബാക്കിയെല്ലാവരും ഇരിക്കും. പറഞ്ഞേ 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 ചോദ്യം, എല്ലാവരും ഇരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഇരിക്കാണ്ടിരിക്കാം, ഒരാൾ മാത്രം നിൽക്കും. എല്ലാ ജോലിയിലും എല്ലാവരും ഇരിക്കുകയും കഴിക്കും, പക്ഷെ ഒരാൾ മാത്രം നിന്നുകൊണ്ട് മാത്രമാണ് ജോലിയില്ല. മോള് പറഞ്ഞേ ഇല്ല. മോള് പറഞ്ഞേ ചേർ വസ്തു. ഞാൻ പറഞ്ഞ കണ്ടക്ടറാണ് ഉത്തരം. അയാൾ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുക. അപ്പൊ ഇത് വലിയ ലോജിക്കൊന്നും ഉണ്ടാവില്ല എന്നതാണ്. ഈ കുട്ടിയാണ് ഉത്തരം. ഇതിന്റെ ഉത്തരം പറഞ്ഞ കുട്ടിക്ക്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം പറയണം. മോനെ കൂടെ കയറുന്നത് നിങ്ങൾ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാ. മോനെ കൂടെ കയറുന്നത് അല്ല, ഇവിടെ ഒരു ഉത്തരം പറഞ്ഞതാണ്. ഇല്ലല്ലോ, ഇവിടെ പറഞ്ഞില്ല. നീ ഉത്തരം പറഞ്ഞില്ല? ഇല്ലല്ലോ. അല്ല, അവളല്ല ആദ്യം ഉത്തരം പറഞ്ഞേ. നീ പറഞ്ഞല്ലോ. ഇല്ല. എത്ര മാസങ്ങൾക്ക്, വർഷത്തിൽ 12 മാസം ഉണ്ടല്ലോ, എത്ര മാസങ്ങൾക്ക് 28 ദിവസം ഉണ്ട്? 12. വെരി ഗുഡ്. ഒരു സമയം കൊടുത്തേ. എല്ലാ മാസത്തിലും 28 ദിവസം ഉണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങളുടെ ഫെബ്രുവരി മാത്രമല്ല, എല്ലാ മാസത്തിലും ഉണ്ട് 28 ദിവസങ്ങൾ. താങ്ക് യു. എൻ്റെ പേര് മുഹമ്മദ് ജിലാൻ. തലയും വാലും ഉണ്ടെങ്കിലും ശരീരമില്ലാത്തത് എന്തിനാണ്? തലയും വാലും ഇല്ലെങ്കിലും ശരീരമില്ലാത്തത് എന്തിനാണ്? ഞാൻ ക്ലൂ തരാം, അതൊന്ന് ഇംഗ്ലീഷിലാക്കിയാൽ മതി, ഞാൻ എളുപ്പത്തിൽ ഉത്തരം കിട്ടും.
പറഞ്ഞേ പറഞ്ഞേ ഇവിടെ തലണ്ട് വാലുണ്ട് ബോഡിയില്ല ശരീരമല്ല ഒക്കെ പറയല്ല മോള് പറഞ്ഞേ ഫാനല്ല മോള് പറഞ്ഞേ മീനല്ല അറിയില്ല മോള് പറഞ്ഞേ തലയും വാലുണ്ട് ഞാൻ പറഞ്ഞ ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട് അപ്പൊ ബോഡിയില്ലാതെ എന്താണ് നാണയം കോയില് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട് ഓ ഈ ഭയങ്കര മോശമാണ് ഒറ്റ ചോദ്യം വളരെ ഈസിയാണ് കണക്കാണ് 100-ൽ നിന്ന് എത്ര തവണ 10 കുറയ്ക്കാം 10 ആൻസർ ബ്രോ പറഞ്ഞേ പെട്ടവരെ കമാൺ 8 പറഞ്ഞേ 9 പറഞ്ഞേ 9 പറഞ്ഞേ 100-ൽ നിന്ന് എത്ര തവണ 10 കുറക്കാം തെറ്റിക്കോട്ടെ പറയൂ 10 പറഞ്ഞേ 7 1 ആൻസർ ഇസ് കറക്റ്റ് ഒറ്റ തവണ മാത്രമേ 10 കൊടുക്കാൻ പറ്റൂ പിന്നെ നിങ്ങൾ അവർക്ക് സമയം കൊടുത്തേ എന്താണ് നിന്റെ പേരെന്താണ് പേര് ആ നമ്മുടെ മഹാനായ ബാപ്പുവിന്റെ മകളാണ് ബാപ്പുവിന്റെ മകൾ ഗ്രീന് എന്താ എന്റെ പേരെന്തായിരുന്നു ബാപ്പുവിന്റെ മകൾ ബാത്തു ഗിഫ്റ്റ് യെസ് മനോഹരമായ ഗിഫ്റ്റ് നിന്റെ അറിവിന് കിട്ടുന്ന സമ്മാനമാണ് ഓക്കെ ഇനിയും അറിവ് നവീകരിക്കാം ഓക്കെ ഇതുപോലെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഫുൾ A+ കിട്ടുക ഓക്കെ ആരോർക്ക് സോറി ചെറിയ ബ്രേക്ക് ഉണ്ട് നിങ്ങൾ പോകാതെ നിങ്ങൾക്ക് സമ്മാനം ഉണ്ടാവും ചോദ്യങ്ങളും ഉണ്ടാവും അടുത്തത് നമ്മുടെ ഇടയ്ക്ക് അരമണിക്കൂർ സമ്മാനത്തിന് ഒരു നറുക്കെടുപ്പുണ്ട് ക്ലാസ് വൈസ് ആണ് അപ്പൊ നമ്മൾ ആദ്യം ക്ലാസ് എ റെഡി ആയിരിക്കുക ക്ലാസ് എന്റെ ആൾക്കാർക്ക് റെഡി ആയിരിക്കുക ഒരു സമ്മാനം ഇതൊരു സമ്മാനം കൊടുക്കാണ്ട് ഞാൻ ബുദ്ധിമുട്ടില്ല വല്ലതും തരണേ കേട്ടോ മൈക്ക് ഇത് 10A മാത്രല്ല ഇസ്മായിൽ 10A കമോൺ 10A ഇസ്മായിൽ സാഹിബിന് പ്രത്യേകം ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ മുജീബ് സാഹിബ് നൽകുന്ന ഗിഫ്റ്റാണ് ഒരു പ്രശസ്ത ക്വിസ് മാസ്റ്റർ കേരളത്തിന്റെ ക്വിസ് രംഗത്തെ അധികായകൻ ഒരുപാട് ചാനലുകളിൽ 10B കമോൺ 10Bയിലെ കുട്ടികൾ വരൂ സുലോചന കമോൺ നമ്മുടെ സുലോചന കടന്നു വരികയാണ് സുലോചന കടന്നു വരുന്നില്ല ഈ 10B അല്ല വേറെ സുലോചനാണോ ആളെ മാറിപ്പോ 10Bയിൽ നിന്ന് ജമീല കമോൺ ജമീലക്ക് ക്ലാപ്പ് കൊടുക്കൂ ജമീല എന്ത് പറയുന്നു ഈ ഗിഫ്റ്റിനെ കുറിച്ച് വാങ്ങൂ ജമീല 10C എന്റെ അമ്മയുടെ കിലുക്കി കമ്മൽ നമ്പർ മെഹറലി 10C മെഹറലി വീട്ടിൽ പോയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ആകാംക്ഷ വർദ്ധിച്ചോ ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ
പത്ത് ബി അല്ലത് 10B ജമീലക്ക് മൊഞ്ചുള്ളൊരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. എന്ത് പറയുന്നു ജമീല? വളരെ സന്തോഷകരമാണ്. അടുത്ത പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടട്ടെ. 10C നസീമക്കാണ് കിട്ടിയിരിക്കുന്നത്. നസീമക്ക് അർഹിക്കുന്ന ഒരു ഗിഫ്റ്റാണിത്. കാരണം ഇന്നത്തെ താരമാണ് നസീമ. തടി കുറച്ചുകൊണ്ട് ഈ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് 10 കിലോ തൂക്കം കുറിച്ച് ഇത് ഗിഫ്റ്റ് എന്തിനാണ് കിട്ടിയത്? പറയൂ പ്രസിഡന്റ്. ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്ക് വെരി ഗുഡ് വെരി ഗുഡ്. കാരണം നീ അർഹിക്കുന്നതാണിത്. കഴിഞ്ഞ വർഷം ഇതേതാണ് 10Dക്ക് നമ്മൾ യൂസുഫിന്റെ പുന്നാരമോൻ. ഏതാണ് 9? നമ്പർ 9 നൗഫൽ കെ. കമോൺ. എവിടെ നൗഫൽ? നൗഫലിന് വേണ്ടി ഞാൻ വാങ്ങിയാൽ മതിയോ? ഇതാ നറുക്കെടുത്തിരിക്കുകയാണ്. നമ്പർ 3. ഏത് ക്ലാസ്സാണ്? ഷൈജു. ഷൈജു തർക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വീട് 7. നമ്പർ 7 ബുഷ്ര. നമ്പർ 7 ബുഷ്ര. അങ്ങനെ ബുഷ്രക്ക് വേറെ നാളായി കാത്തിരിക്കുന്ന ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ബുഷ്ര എന്താണ് പറയുന്നത്? വളരെ കൊടുക്കൂ. ഉസ്ര ഗ്രേറ്റ്. എന്ന് പറയുന്ന ഈ ഗിഫ്റ്റിനെ കുറിച്ച് അടുത്ത ഗിഫ്റ്റ് വിതരണം നടക്കുകയാണ്. 10 സുഹറ. കമോൺ. സിദ്ദീഖ് ഷരീഫ്. പത്തഫ് വരൂ. പത്തഫ് നമ്മുടെ കുറിയുടെ നറുക്കെടുപ്പാണ് ഇവിടെ. കുറിയുടെ എടുക്കുന്ന അതേ നറുക്കാണ്. 6 അനിൽകുമാർ. മന്ദമായി അനിൽകുമാർ കടന്നു വരികയാണ് സഹോദരങ്ങളെ. അനിൽകുമാർ കമോൺ. മന്ദമായി. ഓക്കെ. ഏത് ക്ലാസ്സാ? സിംല ടെക്സ്റ്റൈൽസും കാഫ് ഡേറ്റ്സും സമർപ്പിക്കുന്ന മനോഹരമായ ഗിഫ്റ്റ്. എന്ത് പറയുന്നു ഈ ഗിഫ്റ്റിനെ കുറിച്ച്? ഗിഫ്റ്റ് കൊടുത്ത നിനക്ക് എന്താണ് പറയാനുള്ളത്? ഗിഫ്റ്റ് കിട്ടാത്തതിന്റെ വിഷമം തന്നെ തന്നെ. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയല്ലോ. ഇനി ഏതാണ്? 10G മുഹമ്മദ്. ഒരു ക്ലാപ്പ് കൊടുക്കൂ മുഹമ്മദ് സാഹിബ്. അങ്ങനെ മുഹമ്മദ് സാഹിബിന് മനോഹരമായ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സിംല ടെക്സ്റ്റൈൽസും കാഫ് ഡേറ്റ്സും ഒരുക്കുന്ന മനോഹരമായ ഗിഫ്റ്റ് നമ്മുടെ ബാപ്പുവാണ് വിതരണം ചെയ്യുന്നത്. മനോജ് കുമാർ, the great മനോജ് കുമാർ. എന്ത് പറയുന്നു മനോജ് ഭായ്? മനോജ് ഭായ് പോയിരിക്കും. സുലോചനക്ക് സിംല ടെക്സ്റ്റൈൽസിന്റെ CEO നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്ത് പറയുന്നു സുലോചന ഈ ഗിഫ്റ്റിനെ കുറിച്ച്? വളരെ നന്ദി. അടുത്ത ഗിഫ്റ്റ് പാമ്പുകൾക്ക് മാളമുണ്ട്
വരൂ വരൂ, ഇതാ ഇതെന്ത് ഗിഫ്റ്റാണ്? എന്ത് ഗിഫ്റ്റാണ്? ഇതെന്ത് ഗിഫ്റ്റാണ്? ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പത്തിജിയുടെ സ്പെഷ്യൽ പ്രോത്സാഹനമാണ്. ഇപ്പോൾ ഫാത്തിമയ്ക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ പാത്തു വീണ്ടും തൂക്കിയിരിക്കുകയാണ്. എന്ന് പറയുന്നു നിങ്ങൾ 10 ജിക്കാർ കൊടുത്ത ഗിഫ്റ്റ് ഇല്ലേ? വിവിധ മേഖലകളിൽ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, വെരി ഗുഡ്. എന്തൊക്കെ മേഖലകളിലാണ് പൊസിഷനിൽ നിൽക്കുന്നത്? വളരെ സിമ്പിൾ ആണ് അല്ലേ? അങ്ങനെ നമ്മുടെ ക്വിസ് പ്രോഗ്രാം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ജേർണലിസ്റ്റും വെരി ഗുഡ്, വെരി ഗുഡ്. ഇവൻ ലൈലന്റെ മോനെ. തണുപ്പ് വിറക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഒരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ട്, ഭയങ്കര തണുപ്പായിരുന്നു. ഇത്ര ഭാഗ്യമായി ചെയ്യാൻ ബി ആണ് ഉത്തരം. കാരണം എ സിയുടെ അടുക്കാണ്, സിന്റെ അടുക്കാണ് ബി. ഓക്കെ, ഐഷ അങ്ങനെ നമ്മുടെ ആയിഷ, ഒരു പ്രശസ്ത ഗായിക കൂടിയായ ആയിഷക്ക് ബാപ്പുക്കാരുടെ മോളാണ്. ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. മനോഹരമായ റസാഖ്, വളരെ വൈകിയാണെങ്കിലും ഏറെ നാൾ നമ്മൾ കാത്തിരിക്കുന്ന റസാഖ് ഇവിടെ എത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇതെന്താണ്? നീ എന്റെ വയറിലേക്ക് നോക്കല്ല, എന്റെ മുഖത്തോട് നോക്കൂ. റസാഖ് എന്റെ വയറിൽ നോക്കുന്ന സാധനം വെക്കാൻ പറ്റില്ല. സുഖം. ഒരു ടേബിളിന്റെ മുകളിൽ സാധനം വെക്കാൻ പറ്റില്ല. ഉത്തരം പറഞ്ഞേ. അവിടെ പറഞ്ഞാൽ ശരിക്കും രണ്ടുപേരും പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടു കൂട്ടി ഇനി ഒരു 3 പേർക്ക് നമ്മൾ സോഫിയയുടെ പേര് കൂടി ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നു. സോഫിയയുടെ പേര് കൂടി ഒരു ഗിഫ്റ്റ് തൂക്കിയിരിക്കുകയാണ്. എന്ന് പറയുന്നു ഇനി ആണുങ്ങൾ പെണ്ണുങ്ങൾ വരട്ടെ കഴിയും. ചോദ്യപ്പെടുന്നോ? ആണുങ്ങൾ കഴിയും, പെണ്ണുങ്ങൾ വരട്ടെ കഴിയും. വായിച്ചുകൊണ്ടാണ് ആണുങ്ങളുടെ അടുത്ത കഴിയും, പെണ്ണുങ്ങൾ വരട്ടെ കഴിയും. വായിച്ചുകൊണ്ടിരാണ് അത് ഇവർക്കൊരു ചാൻസ് കൊടുക്കൂ, ഇവർക്കൊരു ചാൻസ് കൊടുക്കൂ. അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറയൂ, എന്തുകൊണ്ടാണ് പറയൂ? കൈകൊണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വരൂ. അങ്ങനെ ഇവൻ വെരി ഗുഡ്. രണ്ട് കുട്ടികൾ ലീഡേഴ്സ്. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ്? എന്തറിയാം? ബൈക്കിന് ലൈസൻസ്
ഇനി വന്നേ. ഒരു ഡ്രൈവർക്ക് ലൈസൻസ് ആവശ്യമില്ല. ഓഡിയൻസ് വെരി ഗുഡ്. ഈ കുട്ടി ഉത്തരം പറഞ്ഞിരിക്കും. കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു പടം, കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു പടം കാണിച്ചോ? കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. ഓഡിയൻസ് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സുഖം. Come on. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സുഖം. അസുഖം. ആരാണ്? ഇല്ല, ആർക്കറിയോ? അസുഖം. അസുഖമാണ് audience. ഇതെന്താ കാര്യം? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ രണ്ടാളെ സ്വന്തമാണ്. അത് നിന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്. പക്ഷെ നിങ്ങളെക്കാൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ല. അതെന്താണ്? സംഗതി ഇതാണ്, ഇതല്ല. സംഗതി ഇതാണ്, എന്റേതല്ല. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഡ്രസ്സാണോ ഈ പദം? ഏതായാലും ഓഡിയൻസ് ഓഡിയൻസിന് സമ്മാനം കൊടുക്കൂ. അല്ല സോഫിയെ, ഇനിയും സമ്മാനം കിട്ടിയ എനിക്ക് വണ്ടി വിളിച്ച് പോകേണ്ടി വരൂടെ? അല്ല സോഫിയ, ഇനിയും സമ്മാനം കിട്ടിയ എനിക്ക് വണ്ടി വിളിച്ച് പോകേണ്ടി വരൂടെ? ഇല്ലേ? കുട്ടികളെ പ്രോഗ്രാമാണ്, നമ്മളെ പ്രോഗ്രാമാണ്. ഒരു അക്ഷരം നമുക്ക് കുടിക്കാൻ പറ്റും. നമുക്ക് കുടിക്കാൻ പറ്റുന്ന അക്ഷരം ഇനി പറഞ്ഞു. വർക്കത്തിൽ രണ്ടാമത് സമ്മാനം. ബർക്കത്ത് പൊളിച്ചെടുക്കുക. ബർക്കത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കേ. അല്ല, ഇനിയാണോ വരെ എന്റെ ഒരു സംശയം, ഈ ചോദ്യങ്ങൾ തയ്യാറി കൊടുക്കുക.